ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാലോ, ഇത് ഓണക്കാലമാണ്. ഓണാശംസകൾ പറയുന്നില്ല, കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോഴേക്കും ഓണം കഴിഞ്ഞു കാണും. അപ്പൊ ഇന്നാണ് ഓണം. ഇത്തവണ കൊറോണ ഓണായ കാരണം പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. സാധാരണ പുലിക്കളി കാണാൻ പോകാറുണ്ട്. കഴിഞ്ഞതിന് മുന്നത്തവണ തൃശ്ശൂർ പുലിക്കളിയൊക്കെ പോയി കണ്ടിരുന്നു. അപ്പൊ ഇത്തവണ ഓണസദ്യ തന്നെയാണ് സ്പെഷ്യല്. വീട്ടില് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ നാട് കാണാണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ നാട്. അപ്പൊ നാട്ടില് വീട്ടിലാണ് ഓണസദ്യയും പിന്നെ ചെറിയൊരു കറക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്കെന്ന് പറയുമ്പോൾ വലിയൊരു ട്രിപ്പ് ഒന്നുമല്ല. ഇവിടെ അടുത്ത് ഈ കൊറോണ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നും ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഓണസദ്യ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പൊ ഓണസദ്യയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമം, ഈ നാടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് 360 ക്യാമറ തിരിക്കാം. അപ്പൊ ഞങ്ങളുടെ ചുറ്റോറുള്ള സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് കണ്ടു നോക്കാം. ആ കാണുന്ന ഇഷ്ടികയുടെ വീടാണ് ഞങ്ങളുടെ വീട്. ഈ പാടത്തിനോട് ചേർന്നുള്ളൊരു വ്യൂ ആണ്. അപ്പൊ എന്തായാലും നമുക്കിനി ആ വീട്ടിലെ വിശേഷങ്ങൾ കാണാം, ഓണവിശേഷങ്ങൾ കാണാം. അപ്പം ഞങ്ങളുടെ ഓണസദ്യയുടെ വിഭവങ്ങളാണ് ഈ കാണുന്നത്. കഴിഞ്ഞ കൊല്ലം പോലെ ഇത്തവണ വീട്ടിലിരുന്നുള്ള ഓണായ കാരണം സദ്യ കേമമാണ്. ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണാനുണ്ട്. പലതിൻ്റെ പേര് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സാമ്പാർ, എലിശ്ശേരി, പുളിശ്ശേരി, കാളൻ, ഓലൻ, പരിപ്പേറി, പപ്പടം, അച്ചാറ്, പുളിയിഞ്ചി, ഇത്തരം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇത് കൂടാതെ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട്. എന്തൊക്കെയായാലും സംഭവം ഗ്രാൻഡാണ് ഇപ്രാവശ്യം. അപ്പൊ എല്ലാ ഐറ്റംസും കണ്ടല്ലോ. ഇനി ഇലയിട്ട് ഓരോന്നും വിളമ്പാൻ പോവാണ്. ഇപ്പൊ നമ്മള് ഇലയില് നമ്മുടെ കറിക്കൂട്ടങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം ചോറ്. ഇനി ഇങ്ങനെ ചോറിൽ കുമ്പിളും കുത്തി ഇതിലേക്ക് സാമ്പാറും കൂടെ ഒഴിച്ച് ഒരു പിടി പിടിക്കണം. അങ്ങനെ എല്ലാ വിഭവങ്ങളും കൂട്ടി ഊണ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ പായസത്തിൻ്റെ ഊഴാണ്. ആദ്യം പരിപ്പ് പായസം, അത് ഇലയിൽ ഒഴിച്ച് തന്നെ കഴിച്ചു. അടുത്തത് പാലട. അത് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് കപ്പിലൊഴിച്ചാണ് കഴിച്ചത്. കാരണമൊന്നുമല്ല, വയറിൽ സ്പേസ് ഇല്ലായിരുന്നു. എന്തായാലും ഓണസദ്യ പതിവിലും ഗംഭീരായി. അപ്പോൾ നമ്മൾ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നാട്ടിലൂടെ തന്നെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുക. ബാക്കിൽ വയലൊക്കെ കാണാനല്ലേ. അപ്പോൾ ഇനി അടുത്ത പ്ലാനൊന്നും ആയിട്ടില്ല. വണ്ടി എടുത്ത് ഇറങ്ങാനാണ് പരിപാടി. നാട്ടിലൂടെ പതുക്കെ നടന്ന് വണ്ടിയൊക്കെ എടുത്ത് സ്വന്തം അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാനാണ് പ്ലാനിങ്. അത് തന്നെയുള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണേ. അതേ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റാണ്, നമ്മൾ ഇറങ്ങുകയാണ്. ബൈ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ബ്രിഡ്ജാണ് ഉപ്പങ്ങൽ കടവ് ബ്രിഡ്ജ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു നല്ല സ്പോട്ടാണ് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ സ്പോട്ട്. ഇത് കായൽ ബണ്ട് വെച്ച് കിട്ടിയേക്കാണ്. ഈ കോൾവരമ്പ് എന്നൊക്കെ പറയില്ലേ, കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതിലൂടെ നടക്കുമ്പോൾ 2 സൈഡും നല്ല അടിപൊളി കാഴ്ച തന്നെയാണ്. ഈ കാണുന്നത് ആമ്പലോ താമരയോ സംതിങ് ആണ്. ആമ്പലാണെന്നാണ് എൻ്റെ ഒരു ഞങ്ങളിപ്പോൾ ഈ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പാടത്തിൻ്റെ സെൻറ്ററിൽ കൂടെ നടക്കാൻ പറ്റും. 2 സൈഡും വെള്ളം ഉണ്ടെങ്കിൽ നല്ല കാഴ്ചയാണ്. പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് വെള്ളമില്ല 2 സൈഡും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റോഡിലൂടെ നടന്നു നോക്കാം.
ഇപ്പോൾ നമ്മൾ നടന്ന് കുറച്ചിങ്ങോട്ട് എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള 360 വ്യൂ ഒന്ന് നോക്കാം. നേരത്തെ നമ്മൾ വന്ന പാലാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് കേട്ടോ. സാധാരണ ഇവിടെ വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇന്ന് പോരാത്തിന് ഓണം കൂടെയാണ്, പക്ഷെ ആരും കാണാനില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ആരും തന്നെ ഇല്ല. ഇപ്പൊ വിജനമായി കിടക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ഇത്ര എന്താ പറയുക വിജനായിട്ട് കാണണല്ലേ. പണ്ടൊരിക്കൽ വന്നപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ രണ്ട് സൈഡിലും നല്ല സ്വസ്ഥമായിട്ട് കാഴ്ച കണ്ട് നടക്കുകയാണ്. ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റി, അങ്ങനെ കിടക്കാൻ പറ്റിയ ഏരിയയാണ്. പിന്നെ നമ്മൾ പൊതുസ്ഥലത്തായ കാരണമാണ് മാസ്ക് വെച്ചേക്കുന്നത്. ആരും പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു 100-150 മീറ്റർ ചുറ്റളവിൽ വേറെ ആരും ഇല്ല. എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട പാലത്തിന്റെ കുറച്ചുകൂടി ഒരു അടുത്തുനിന്നുള്ളൊരു വ്യൂ ആണിത്. വല്ലാണ്ട് ക്ലോസ് അല്ല, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ വ്യൂ ആണ്. നമ്മളെന്തായാലും കുറച്ച് അധിക ദൂരം അങ്ങ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒന്നും ചെളിയൊക്കെയാണ്. അപ്പം ഞങ്ങൾ നടത്ത അവിടെ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. കാരണം ഇവിടുന്ന് 1-2 സ്ഥലം കൂടെ പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇങ്ങനെ നടക്കാനാണെങ്കിൽ ഇനി ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഉള്ളിലോട്ട്. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിക്കാം. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കുറ്റിപ്പുറം പാലത്തിന് മുകളിലൂടെയാണ്. ഇത് കേരളത്തിൽ തന്നെ പഴക്കം ചെന്ന പാലങ്ങളിൽ ഒരെണ്ണമാണ്. ഇത് 52-ലോ 53-ലാണ് ഇതിന്റെ ഇനോഗ്രേഷൻ നടന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് തിരുനാവായ റോട്ടിലാണ് കയറിയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. ഇപ്പൊ ഞങ്ങള് ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പോട്ട് നോക്കി നടക്കുകയാണ്. പണ്ടൊക്കെ ഇതിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നു, അപ്പൊ അത് നോക്കി നടക്കുകയാണ്. പുഴയിൽ നല്ല വെള്ളം കാണുന്നുണ്ട്. ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. പല സ്പോട്ടുകളും ക്ലോസ്ഡ് ആണ്. ഫൈനലി ഞങ്ങൾ എത്തിയത് കുറ്റിപ്പുറത്ത് തന്നെയുള്ള നിളയോരം പാർക്കിലാണ്. ഈ കാണുന്നത് പുഴയുടെ ഭാഗമാണ്. പക്ഷെ ഇവിടെയും ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഗേറ്റ് ക്ലോസ്ഡ് തന്നെയാണ്. പുഴയിൽ വെള്ളമൊന്നും ഇല്ലെങ്കിലും ഇവർ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്തായാലും ഇതുവരെ എത്തിയതല്ലേ, ഞങ്ങൾ വിചാരിച്ചു ഈ പാർക്കിലൊന്ന് കയറിയാലോ എന്ന്. ഇപ്പോൾ 6 മണിയായി. 7 മണിക്ക് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. എന്നാലും ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. ഇതിൻ്റെ ഉദ്ഘാടനം നടന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ വന്നിരുന്നു. തുടക്കത്തിലൊക്കെ നല്ലൊരു പാർക്കായിരുന്നു ഇത്. ആക്ച്വലി റിവർ സൈഡ് നടപ്പാതെയൊക്കെയുള്ള നല്ലൊരു പാർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേയായിട്ട് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത കാരണം കുറച്ച് മോശം അവസ്ഥയിലാണ്. കൊറോണ അതിനൊരു കാരണമാണ്. എല്ലാം അടഞ്ഞു കിടക്കുകയാണല്ലോ 1.5 വർഷമായിട്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പുതുതായിട്ട്. ഇതൊന്നും മുൻപ് കണ്ടിട്ടില്ല ഈ സംഭവങ്ങളൊന്നും. ഇപ്പൊ എല്ലാം പഴയ പോലെ പതുക്കെ ഓപ്പൺ ആയി വരുവാണല്ലോ. അപ്പോൾ ഇവർ പഴയ പോലെ ആക്കിയെടുക്കാൻ നോക്കുമായിരിക്കും. ലെഫ്റ്റിക്ക് ഒരു വഴി കാണുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കിയാലോ? ഓക്കെ, പോയി നോക്കാം. ആക്ച്വലി ഇത് റിവർ സൈഡ് നടപ്പാതെയാണ്. പക്ഷെ ഇപ്പൊ അവിടെ റിവർ ഇല്ല. ശരിക്കും അത് നമ്മുടെ ഭാരതപ്പുഴയാണ്. ഇപ്പൊ കണ്ട കാടൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ഗ്രൗണ്ട് ആണല്ലേ. പക്ഷെ ചിലപ്പോൾ മഴക്കാലത്ത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറാറുണ്ട് കേട്ടോ. ഇതിപ്പോ അത്ര മഴ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. ഇത് ശരിക്കും ഒരു ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഇതിനെ ഫേസ് ചെയ്ത് ഇവിടെ കുറെ ചെയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നും വെൽ മെയിൻറ്റൈൻഡ് അല്ല, ഒക്കെ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഇതിന് ചുറ്റും നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇതും വളരെ മോശാവസ്ഥ തന്നെയാണ് ഇപ്പോൾ. എനിവേ ഈവനിങ്ങിൽ ഇത് കൂടെ നടക്കാൻ നല്ലൊരു അനുഭവം തന്നെയാണ്. ഷീനി അവിടെ കാര്യമായിട്ട് എന്തോ കണ്ടിട്ടുണ്ട്. എന്തോ എത്തിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്താ ഞാൻ പോയോട്ടെ.
ഇതൊരു ചെറിയ സപ്പോട്ട മരമാണ്. പക്ഷെ ഇതിൻ്റെ മേലെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം ചെറുതാണ്. ഒരുപാട് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ചെറിയ സപ്പോർട്ടുകളാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് പതുക്കെ നടക്കാം. അത് ക്ലോസ് ചെയ്യാറായി. ഇപ്പം നല്ല സന്ധ്യ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേഗം ഒന്ന് ഓടിച്ച് കവർ ചെയ്യാം. ഇത് ഇവിടുത്തെ ഒരു ആംഫി തിയേറ്റർ സെറ്റപ്പാണ്. പക്ഷേ ഇപ്പം കാട് പിടിച്ച് ആകെ ഒരു വൃത്തിയില്ലാതെ കിടക്കുകയാണ്. ഉള്ളിലോട്ട് പോകുന്തോറും ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഈ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഒക്കെ മൊത്തത്തിലൊരു അനാഥാവസ്ഥയിലാണ്, കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും എല്ലാം ഉടനെ തന്നെ പഴയ പോലെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവിടെ ക്ലോസ് ചെയ്യാറായി. ഇപ്പോൾ അത് ഏകദേശം ക്ലോസിംഗ് ടൈം ആയി. ഇവിടെ വിസിലടിക്കുന്നത് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഓണ ദിവസം ഇവിടെ തീരുവാണ്. ഇതേ ആ ലെഫ്റ്റ് സൈഡ് ദൂരെ കാണുന്നത് നമ്മൾ വന്ന കുറ്റിപ്പുറം പാലമാണ്. നമുക്കിനി തിരിച്ചു പോകുന്നത് ആ വഴിയാണ്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.